ഹായ് ഫ്രണ്ട്സ്, പഴുത്ത വരിക്കച്ചക്ക കൊണ്ട് ഇലയട ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതിനായി നമുക്ക് നന്നായി പഴുത്ത വരിക്കച്ചക്ക കുരുവെല്ലാം കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കണം. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കുക. അരച്ചെടുത്ത ചക്ക ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് 1 കപ്പ് ശർക്കര ചിരകിയത് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് ശർക്കര പാനി തയ്യാറാക്കാം. ഇനി അത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അരച്ചു വെച്ച ചക്ക ചേർക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഇളക്കിയ ശേഷം ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിലേക്ക് 2-3 ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഒന്ന് കുറുകി വന്ന ശേഷം 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് 2 മിനിറ്റ് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കുറുകി വന്ന ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി 2 കപ്പ് ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിൽ 1 നുള്ള് ഉപ്പ് ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. പിന്നെ അത് കുറച്ച് കനത്തിന് പരത്തിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയ വട്ടയിലയിലേക്ക് വച്ച് തയ്യാറാക്കിയ ചക്കയുടെ പേസ്റ്റ് അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഇല മടക്കിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളവയും ചെയ്ത് സ്റ്റീമറിലേക്ക് നമുക്ക് വയ്ക്കാം, നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ. എന്നിട്ട് അത് അടച്ചു വെച്ച് 15 മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം. സ്വാദിഷ്ടമായ ചക്ക ഇലയപ്പം തയ്യാർ. സാധാരണ മാവിലെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക്